അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച 4ാം ഘട്ട പട്ടികയിലും മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയെയും മത്സരിപ്പിക്കുന്നതിൽ ചർച്ച ഇപ്പോഴും തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ അമേഠിയിലും റായ്ബറേലിയിലും എന്താണ് പ്രഖ്യാപനം വൈകുന്നത്? ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഈ സീറ്റുകളിൽ? ബൽറാം, ഉന്മേഷ്, അമേത്തി, റായ്ബറേലി എന്നീ സീറ്റുകൾ അത് ഗാന്ധി കുടുംബം കാലങ്ങളായി കൈവശം വെക്കുന്ന സീറ്റുകളാണ്. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ അമേത്തിയിൽ പരാജയപ്പെടുകയും റായ്ബറേലിയിലെ നിലവിലുള്ള ലോക്സഭാംഗമായ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഈ സീറ്റുകളിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസിൽ ധാരണയായിട്ടില്ല. എന്നാൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടി ഈ സീറ്റുകളിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്ന ആവശ്യമാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനായുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ് പാർട്ടി. അതേസമയം കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തർപ്രദേശ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഈ ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.